Hello everyone, welcome back. എസ് ജി ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സപ്ലിമെന്ററി റീഡറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദി ട്രയംഫ് ഓഫ് സർജറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമുക്കറിയാം സപ്ലിമെന്ററി റീഡർ നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇതിന്റെ ഒരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സമ്മറി മാത്രം പഠിച്ചുകൊണ്ട് എക്സാമിന് പോയിട്ട് ഒരു കാര്യമില്ല. നിർബന്ധമായി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരു ക്വിക്ക് റിവിഷൻ പ്ലസ് പ്രീവിയസ് ഇയേഴ്സിൽ റീസെന്റ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് വേഗം ചാപ്റ്ററിലേക്ക് വരാം. യെസ്, ദ ട്രയംഫ് ഓഫ് സർജറി. ഓക്കെ, ഒരു സർജറിയുടെ വിജയം അല്ലെങ്കിൽ ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജെയിംസ് ഹാരിയോട്ട് ആണ് നമ്മുടെ ഓതർ. ജെയിംസ് ഹാരിയോട്ട് ആരാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജെയിംസ് ഹാരിയോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വെറ്റിനറി സർജൻ ആയിരുന്നു, ബ്രിട്ടീഷ് വെറ്റിനറി സർജൻ ആയിരുന്നു എന്ന് നിങ്ങൾ ഒത്തുവച്ചാൽ മതി. ബ്രിട്ടീഷുകാരനാണ്, ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഇംഗ്ലണ്ടിലെ ഒരു വെറ്റിനറി സർജൻ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഒരു ഓട്ടോബയോഗ്രഫികളും ഒക്കെ നമുക്കാണെങ്കിൽ ഈ ഒരു സ്റ്റോറിയെ വിളിക്കാം. വേഗം നമുക്ക് സ്റ്റോറിയുടെ ഒരു ക്വിക്ക് സമ്മറിയിലേക്ക് വരാം. ട്രിക്കി വാസ് എ സ്മോൾ ഡോഗ്. ഇതിനകത്തുള്ള ഒരു പ്രധാന കഥാപാത്രമാണ് ട്രിക്കി എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് ഇറ്റ് വാസ് എ സ്മോൾ ഡോഗ്. ഇറ്റ് വാസ് എക്സസീവ്ലി ലവ്ഡ് ബൈ ഹിസ് മിസ്ട്രസ്. അദ്ദേഹത്തിന്റെ മിസ്ട്രസ് അതിനെ വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. മിസസ് പംഫ്രി എന്ന് പറയുന്ന ആൾ, ഇവിടെ പിക്ചറിൽ കാണാം. ഇവർ അതിനെ വല്ലാതെ എന്ത് ചെയ്യുന്നു, ലാളിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു. ഓക്കെ, ട്രിക്കി വാസ് ഗ്രീഡി. ട്രിക്കി എന്ന് പറയുന്ന ഈ ഒരു ആനിമൽ ആണെങ്കിൽ, ഈ ഡോഗ് എങ്ങനെ എന്തായിരുന്നു, വാസ് എ ഗ്രീഡി ഡോഗ്. ആർത്തിയായിരുന്നു, അതിന് ഭയങ്കര ആർത്തിയായിരുന്നു. ഹു ലവ്ഡ് ഫുഡ്. എന്തിനാ ആർത്തി? ഫുഡിനോടായിരുന്നു ആർത്തി. ബട്ട് ഡു നോട്ട് എക്സസൈസ്. നമ്മളിലൊക്കെ ചില ആളുകളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആര്? ഈ ട്രിക്കി എന്ന് പറയുന്ന ആനിമൽ. എക്സസീവ്ലി ഫുഡ് കഴിക്കും, എന്നാൽ ഒരു പണി എടുക്കൂല, അങ്ങനെ ഇരിക്കും. ഓക്കെ, ആസ് എ റിസൾട്ട് ഹി ബിക്കേം ഫാറ്റ്. സ്വാഭാവികമായിട്ടും അതെന്തായി, നല്ല വണ്ണം വെച്ച് വന്നു. ഓക്കെ, മിസസ് പംഫ്രി ബിലീവ്ഡ് ദാറ്റ് ഹി ബിക്കേം ലേസി ഡ്യൂ ടു സഫറിംഗ് ഫ്രം മാൽന്യൂട്രീഷൻ. മിസസ് പംഫ്രി അവരുടെ ഒരു അതിയായ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ലാളന കൊണ്ടോ ഒക്കെ അവൾക്ക് തോന്നുകയാണ്, മാൽന്യൂട്രീഷൻ കൊണ്ടാണോ തൻ്റെ ഡോഗ് ഇങ്ങനെ ലേസി ആയി പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലൂമി ആയിരിക്കുന്നതിന്റെ കാരണം, ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നതിന്റെ കാരണം അതിന് ഭക്ഷണം പോരായ്മ കൊണ്ടാണോ എന്ന് അവർ വിചാരിച്ചു. ഓക്കെ, അല്ലെങ്കിൽ പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടാണെന്ന് അവർ ചിന്തിച്ചു. ഷി വാസ് വെൽത്തി വുമൻ. അവളാണെങ്കിൽ ധാരാളം പണമുള്ള ഒരു സമ്പന്നയായുള്ള സ്ത്രീയാണ്. ഷീ ലവ്ഡ് ഹെർ ഡോഗ് സോ മച്ച് ആൻഡ് ഷീ ഓൾസോ ലവ്ഡ് പെറ്റ് സോ മച്ച്. She also gave him some little foods between the meals to build him up. അപ്പൊ ഇതിനെ വെറുതെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ചില രക്ഷിതാക്കളൊക്കെ ചെയ്യുന്നത് പോലെ ഇതിന്റെ മീൽസിന്റെ ഇടയിൽ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമാണ് പ്രധാന മീൽസ് അല്ലെ, ഇടക്കിടക്ക് ചെറിയ ചെറിയ മീൽസ് ഒക്കെ അവൾ ആഡപ്പ് ചെയ്താൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ബിൽഡ് ഹിം അപ്പ് എന്ന് വെച്ചാൽ അവനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാ കൊടുക്കുന്നത്? മാൽട്ട്, അതുപോലെ തന്നെ കോഡ് ലിവർ ഓയിൽ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അവന്റെ ഡയറ്റിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് എ ബൗൾ ഓഫ് ഹോർലിക്സ് അറ്റ് നൈറ്റ്. രാത്രിയിൽ ഹോർലിക്സും ഒരു കപ്പ് കൊടുക്കുന്നുണ്ട് ഉഷാറാവാൻ വേണ്ടിയിട്ട്. ഷീ ഗേവ് ഹിം ലോട്ട് ടു ഈറ്റ് ബട്ട് നോ എക്സസൈസ്. ഒരുപാട് ഭക്ഷണം കൊടുക്കുന്നല്ലാതെ അവനെ ഒരു കാര്യമായ എക്സസൈസിനും അവൾ വിടുന്നില്ല. വൺസ് ഹി ബിക്കേം ഇൽ ഷി വാസ് വറീഡ്. അങ്ങനെ ഒരിക്കൽ അവൻ സ്വാഭാവികമായിട്ട് എന്തായി, അസുഖം വന്നു. ആൻഡ് ഷി വാസ് ടോട്ടലി വറീഡ്. അവൾ ആകെ വറീഡായി അവന്റെ കേസിൽ. ഷീ മെയ്ഡ് I called to James Harriota, who was a vet. That means a veterinary surgeon. Okay, ഒരു വെറ്റിനറി ഡോക്ടർ ആയിട്ടുള്ള ഹാരിയോട്ടിനെ അവൾ വിളിച്ചു. ഇതിന് മുമ്പേ ഓതർ കാണുന്നുണ്ട് ഈ ഒരു ഡോഗിന്റെ കണ്ടീഷനെ കുറിച്ചിട്ട് അവർക്ക് ഒരു വാർണിംഗ് ഒക്കെ ഫസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും വകവെച്ചില്ല. ഓക്കെ, പെറ്റിനോടുള്ള സ്നേഹം കൊണ്ട്, അമിതമായ സ്നേഹം കൊണ്ട് അവരിതിനെ പിന്നെയും വഷളാക്കാണ് ചെയ്യുന്നത്. James already had given suggestions regarding Tricky's balanced diet, but she never followed it. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ട സമയത്ത് ജെയിംസ് ഇവർക്കൊരു വാർണിംഗ് കൊടുത്താണ്, പക്ഷെ അവരതൊന്നും വകവെച്ചിട്ടില്ല. ആ ഒരു ഡയറ്റ് ഒന്നും അവർ ഫോളോ ചെയ്തിട്ടില്ല. He was a vet. He was shocked to see Tricky hugely fat. ഇതിന്റെ ഇത്രയും വലിയ തടി കണ്ടപ്പോ അല്ലെ അയാളാകെ ടെൻസ്ഡായി. കാരണം അയാൾ ഡോക്ടറാണ്, അയാൾക്ക് അറിയാം. ലൈക്ക് എ ബ്ലോട്ടഡ് സോസേജ് പോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഒരു തടിച്ച ഇറച്ചി കഷ്ണം പോലെ ആയിട്ടുണ്ട് അതിന്റെ ഒരു വലിപ്പം. വിത്ത് എ ലെഗ് അറ്റ് ഈച്ച് കോർണർ. അതിന് ഒരു ഉപമിക്കുകയാണ്, ഒരു എന്താ പറയാ, 4 കാലുകൾ മാത്രമുള്ള ഒരു ഇറച്ചി പിണ്ടം പോലെ അതിങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ഹി അഡ്വൈസ്ഡ് ഹർ ടു കട്ട് ഔട്ട് ഓൺ ദ സ്വീറ്റ് തിങ്സ്. അദ്ദേഹം പറഞ്ഞു, ആദ്യം നിങ്ങൾ ഈ മധുരമൊക്കെ ഒന്ന് കുറയ്ക്കും. ഓക്കെ, മധുരമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞു. He expected all came within a few days and it happened. He was called by Mrs. Pumphrey as a Tricky refused to eat. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തതാണ്, ഇങ്ങനെ വല്ലാതെ തടി കൂടിയിട്ടുണ്ട്, നിങ്ങളിതിന് ഡയറ്റ് ഫോളോ ചെയ്യണം, ഓക്കെ, സ്വീറ്റ്സ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒട്ടും വൈകിയില്ല. അടുത്ത ആഴ്ച തന്നെ കോൾ വന്നു ഡോക്ടറിന്റെ. ആരുടെ കോളാണ്? മിസ് പംഫ്രിയുടെ കോളാണ്.
എന്താ കാരണം? മിസ്റ്റർ പംഫ്രി പറയുന്നതാണ് അത് റെഫ്യൂസ് ടു ഈറ്റ്. ഇപ്പം അത് ഭക്ഷണം കഴിക്കുന്നില്ല, ഭയങ്കര ലേസി ആയിട്ട് ഗ്ലൂമി ആയിട്ട് അതങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതേപോലെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി he told her that Tricky need an immediate hospitalization for keeping under observation at his surgery for a fortnight. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ട്രിക്കിയെ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലൈസ് ചെയ്യണം. ഓക്കെ, അവൻ്റെ കണ്ടീഷൻ മോശമാണ്, അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഒരു 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 14 ദിവസത്തേക്ക്. ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ഫോർട്ട് എന്ന് പറഞ്ഞാൽ 14 ദിവസമാണ് അല്ലേ? 14 ദിവസം. ശരിക്കും ഈ ഫോർട്ട് എന്ന വേർഡ് എങ്ങനെ വന്നതെന്ന് അറിയോ? ഈ 14 നൈറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് എന്നാണ് ശരിക്കും ഫോർട്ട് ചുരുങ്ങി വരുന്നത്. ഓക്കെ, ഫോർട്ട് മീൻസ് 14 days ആണ്. 14 days ആ സർജറിയിൽ അവനെ ഒബ്സർവേഷനിൽ വെക്കാം, നിങ്ങൾ ഇവനെ വിട്ടു തരണം എന്ന് പറഞ്ഞു. ഇൻ ദ ഹോസ്പിറ്റൽ ഹി ഗേവ് ഹിം നോ ഫുഡ്, നോ മെഡിസിൻ, ബട്ട് പ്ലെന്റി ഓഫ് വാട്ടർ. ഹോസ്പിറ്റലിൽ നിന്നും ഇവന് അദ്ദേഹം ഒരു മെഡിസിൻ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, ഒരു ഭക്ഷണവും കൊടുക്കുന്നില്ല. എന്താണ്? കുറേ വെള്ളം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ധാരാളം വെള്ളം കൊടുത്തവനെ ഒന്ന് സെറ്റാക്കാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നും ചെയ്തത്. ഗ്രാജുവലി ഹി മിക്സ്ഡ് വിത്ത് അതർ ഡോഗ്സ് ആൻഡ് സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ദം. ആദ്യമൊക്കെ ഇത് മറ്റു ഡോഗ്സിൻ്റെ കൂടെ ഒന്നും ചേരാതെ നിൽക്കായിരുന്നു. പക്ഷെ ഗ്രാജുവലി അവൻ ബാക്കിയുള്ള ഡോഗ്സിൻ്റെ ഒക്കെ കൂടെ കൂടി അവരുടെ കൂടെയൊക്കെ കളിച്ച് ഓടിച്ചാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഹി ഹാഡ് എ ലോട്ട് ഓഫ് എക്സസൈസസ് ആൻഡ് ഫൺ അറ്റ് ദ സർജറി. ആ മറ്റു ഡോഗ്സിനൊക്കെ കൂടെ ഇപ്പോൾ അവന് കൂടുതൽ എക്സസൈസിലും അതുപോലെ തന്നെ ഒരുപാട് ഫണ്ണിലൊക്കെ എൻഗേജ്ഡ് ആയിട്ട് തുടങ്ങി. ഓക്കെ, ഹി വാസ് ഹാപ്പി ദെയർ. He was completely recovered and transformed into a heart-muscled dog. കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയി മാത്രമല്ല, അവനൊരു നല്ല കരുത്തുള്ള ഹാർഡ് മസിൽഡ് ആയിട്ടുള്ള ഒരു ഡോഗായിട്ട് അവൻ മാറുകയാണ് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗായിട്ട് മാറി. ജെയിംസ് ഹാരിയോ ട്രീറ്റഡ് ദ ഡോഗ് വിതൗട്ട് മെഡിസിൻ സർജറി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു കഴിവ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ ഇൻ്റർവെൻഷൻ കൊണ്ട്, ഒരു മരുന്നോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അതിനെ എന്ത് ചെയ്യാൻ പറ്റി, റിക്കവർ ചെയ്യാൻ പറ്റി. ഓക്കെ, മിസ് പംഫ്രി വാസ് വെരി ഹാപ്പി ആൻഡ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അതിന് ഇടയ്ക്ക് കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ ഉണ്ട്. ഇയാൾ 14 ദിവസം ഇവിടെ ഇതിനെ വളർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് ഇവർ കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭയങ്കര സങ്കടകരമായിട്ടുള്ള അവസ്ഥയും അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവർ പെട്ടിക്കകത്താക്കി കൊണ്ടു കൊടുക്കുന്നതും പിന്നീട് ഇതിന് ഒരുപാട് ഭക്ഷണങ്ങൾ അല്ലെ മദ്യമൊക്കെ കൊണ്ടു കൊടുക്കുന്നതൊക്കെ അതിനകത്ത് രസകരമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഇവർ ഈ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറും കൂട്ടാളികളും എന്തൊക്കെയായിരുന്നു ഡീവോർ ആയിരുന്നു എന്നും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ദിവസങ്ങളെന്നൊക്കെ അതിനകത്ത് ഒരു വേറെ ഒരു അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അതിനോട് പാരലായിട്ട് പോകുന്നുണ്ട് സ്റ്റോറിയിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. സമ്മറി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയില്ല, അത് ഷുവറാണ്. സോ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് അത് നമ്മൾ ടാക്കിൾ ചെയ്ത് വെക്കണം. ഓക്കെ, ഇങ്ങനെ ഷീ താങ്ക്ഡ് Harriota and said it was a triumph of the surgery. അപ്പോൾ ഈ സർജറിയുടെ ഈ ഒരു നിങ്ങളുടെ എന്താ പറയുക ക്ലിനിക്കിൻ്റെ ഒരു വിജയമാണ് നിങ്ങൾ ചെയ്തത് എന്ന് അവർ സമ്മതിക്കുകയാണ് അവസാനം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആ ഒരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, അതിനെ എന്താ പറയുക കൃത്യമായിട്ടുള്ള എക്സസൈസ് ഒന്നും കൊടുക്കാതെ അമിതമായിട്ടുള്ള വാത്സല്യമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭക്ഷണം കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്താണ് ഓവർ ഫീഡ് ചെയ്തിട്ട് ലേസി ആക്കിയതാണ്, സിക്കാക്കിയതാണ് ശരിക്കും ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനുള്ള റിക്കവറി കൃത്യമായിട്ടുള്ള എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ അതെന്തായത് ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ അതിനെ റിക്കവർ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 40 to 50 വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഷോർട്ട് ആൻസർ ആണ്. What does Mr. Harriot mean by happy period for him and his partners? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഗമാണത് അല്ലേ, വേണ്ടില്ലേ, ഞാൻ ഈ പറഞ്ഞ ഇതിൽ നിന്നും അപ്പുറത്തേക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഹാപ്പി പീരീഡ് വാസ് ദ ടൈം വെൻ സർജറി വാസ് ഫ്ലഡഡ് വിത്ത് delicacies sent by Mrs. Pumphrey. She sent in a lot of items like eggs, wine and brandy for Tricky. ട്രിക്കിക്ക് ഇങ്ങനെ ഒഴുകായിരുന്നു ഫുഡും മദ്യമൊക്കെ അവിടെ. ഓക്കെ, ഇതൊക്കെ ആരായിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രിക്കിക്ക് ഒരു സാധനം കൊടുത്തിട്ടില്ല, വെള്ളമില്ലാതെ അല്ലേ ആദ്യമൊക്കെ. However, the doctor did not feed the entire stuff to Tricky. Instead, the entire surgery had lavish feast and enjoyed. പണക്കാരിയായിരുന്ന മിസ്സസ് പാംഫ്രിയുടെ ഫുഡ് മുഴുവനും ആരടിച്ചു മാറ്റി, അല്ലെങ്കിൽ ഇവർക്ക് നല്ല ആഘോഷമായിരുന്നു. അതിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാര്യം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി എന്ന് ചോദിച്ചാൽ പോരാ, ഇതിനെ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, എലോബറേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We are often over-indulged towards people we care about. Explain. കണ്ടില്ലേ, അതൊരു നല്ല ചോദ്യമാണ്. 2024 വെച്ചാണ്. With reference of the context of the story, a triumph of surgery. എന്ന് വെച്ചാൽ നമ്മൾ we are often indulged towards indulgent towards the people who care about. നമ്മൾ കെയർ ചെയ്യുന്ന ആളുകളെ ചിലപ്പോൾ ഈ ഓവർ കെയറിങ് അല്ലെങ്കിൽ പാമ്പറിങ് ഒക്കെ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് ജീവിതത്തിൽ അല്ലേ. In the story we see Mistress
Mrs. Pumphrey shows a lot of affection towards her pet. Her excessive pampering leads to an overweight and lethargic Tricky. This shows how our affection can cloud our rationality and lead to our own destructions. One has to balance love, wisdom to ensure a healthy pet. പെറ്റിൻ്റെ കേസിൽ മാത്രമല്ല, അത് നമ്മുടെ ഒരു അപ്ബ്രിങ്ങിങ് ഓഫ് അവർ ചിൽഡ്രൻ, ഓക്കെ, അതും അങ്ങനെ തന്നെയാണ് അല്ലേ. ഒരുപാട് പാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, എന്താ പറയുക, സ്വന്തമായിട്ട് ഈവൻ ക്രിയേറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ബ്രോയിലർ കുഞ്ഞുങ്ങളായിട്ട് മാറും. ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, 2023 ദ വെരി ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ചോദ്യം, what was Mr. Harriot's strict advisor? Mrs. Pumphrey agree to his advisor? Mr. Harriot was very strict and told Mrs. Pumphrey that if she did not cut on its food and give him more exercise, Tricky would get sick. She agreed to this advice, but it was difficult for her to harden her heart. അവൾക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് ശരിക്കും ഇത് ഫോളോ ചെയ്യാൻ, പക്ഷേ പറ്റുന്നില്ല. കാരണം അത്രയും കട്ടിയാക്കാൻ, അവളുടെ ഹൃദയത്തെ അത്രയും കട്ടിയാക്കാൻ അവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഓക്കെ, why was Mr. Harriot so shocked at Tricky's appearance? The doctor was shocked to see Tricky, who appeared like a sullen sausage. The pet's legs were invisible. It was listless. Then had a bloodshot eyes and tongue lolled from the jaws. Okay, ഇങ്ങനെ നാബ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, കണ്ണെല്ലാം ബ്ലഡ് ഷോട്ട് ആയിട്ടുള്ള ചുവന്ന കണ്ണുകളായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ലേസി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ട്രിക്കിയാണ് ആദ്യം അദ്ദേഹം കാണുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 വർഷങ്ങളിലായിട്ട് എന്ത് ചെയ്തത് ബോർഡ് എക്സാംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് എക്സ്ക്യൂസ് ഡിഡ് Mrs. Pumphrey make about Mr. Harriot's advisor? Mrs. Pumphrey said that she was concerned about Tricky being listless. As it was due to malnutrition, she fed it with little extras between meals to build up its energy. എന്ന് വെച്ചാൽ ഭക്ഷണങ്ങൾക്കിടയിൽ, മീൽസിനിടയിൽ അവർ കുറച്ചുകൂടെ അതിന് എക്സ്ട്രാ ട്രീറ്റ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, she started supplementing his meal with malt and cod liver oil. Even adding a bowl of Horlicks at night. She couldn't bear to refuse its favorite cream cakes and chocolates. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്രീം കേക്ക്സും അതുപോലെ ചോക്ലേറ്റ്സും ഒന്നും മുപ്പത്തേക്ക് കൊടുക്കാതിരിക്കാനും കഴിയുന്നില്ല, ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും. ഓക്കെ, ഇനിയോ, Hawking, the gardener, had been ill and couldn't take Tricky for games. മാത്രമല്ല, ഇതിനെ എന്തെങ്കിലും കളിക്കാനോ അല്ലെങ്കിൽ ഓടിക്കാനോ ചാടിക്കാനോ കൊണ്ടുപോകാനാണെങ്കിൽ ഗാർഡനർ ആണെങ്കിൽ സുഖമില്ല, അപ്പോൾ അയാൾക്കൊണ്ട് അത് കഴിയില്ല. ട്രിക്കിക്ക് ഏതായാലും നല്ല അടിപൊളി, എന്താ പറയുക, മടി പിടിച്ച് അങ്ങനെ ഒരു ഭാഗത്തും ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു ട്രിക്കി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തു നിന്നുള്ള നമ്മുടെ റീസെൻ്റ്ലി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയുമല്ല നമ്മൾ എഴുതേണ്ടത്, ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് അത്യാവശ്യം എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം. ഒരു നക്ഷൽ ആണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ സപ്ലിമെൻ്ററി റീഡറിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, വായിക്കണം. ഓരോ ചാപ്റ്ററും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും വായിക്കണം. ഇപ്പോൾ അതിനുള്ള സമയമുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ഓരോ ദിവസവും ഇങ്ങനെ വായിച്ചുകൊണ്ട് പെട്ടെന്ന് കടന്നു പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പേപ്പറിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, നോട്ട്സ് ആക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്യണം. മൈൻഡിൽ നിന്ന് മറന്നു പോകുന്ന ചില ക്യാരക്ടേഴ്സിൻ്റെ പേരുകളോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് അതിന് ഏറ്റവും ഒരു നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയ പോലെയുള്ള സമ്മറീസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇങ്ങനെയുള്ള സമ്മറീസ് ആകുമ്പോൾ പോയിന്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മുൻപോട്ടേക്ക് പോകണം നിർബന്ധമായിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ആൻഡ് വിൽ സീ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.